ഹലോ ഗൈസ്, ഞങ്ങളുടെ ഒരു വീട്ടിലെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മളിവിടെ ആണ് നമ്മുടെ മീൻകുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ചുറ്റുമൊക്കെ ഫുൾ അലമ്പായി കിടക്കുമായിരുന്നു. അതെ, കുട്ടൻ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ട് പിന്നെ ഹോം സ്റ്റേൻ്റെ മുകളിൽ ചെടി ഇടാണ്ട് അങ്ങനത്തെ പരിപാടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഞങ്ങളുടെ മീൻകുളം, കണ്ടോ? കുറേ ഫിഷ് ഉണ്ട് കേട്ടോ. തുടങ്ങുന്നതല്ലേ? അതെ അതെ, എനിക്ക് സമയം കിട്ടിയില്ലടി. ഇപ്പം ഞങ്ങൾ ഇവിടെ ചെടി കണ്ട കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഈ സൈഡിൽ മൊത്തം ചെടിയാവും. രണ്ട് നമുക്കിത് ഇവിടെ ഈ സൈഡിലും കൂടി ചെടികൾ പിടിപ്പിക്കണം, എന്നിട്ട് വേണം നമുക്ക് അടിപൊളിയാക്കാൻ. ഇത് ഞങ്ങൾ ഇന്ന് മേടിച്ച മീനാട്ടോ, ഈ ബ്ലാക്ക് നൈസല്ലേ, അത് കാണാൻ നല്ല രസമാണ് അല്ലേ? നോക്കി അതിൻ്റെ കണ്ണ് വരെ ബ്ലാക്കാ. ഇത് നമ്മുടെ ഗോൾഡാന്ന് ഗോൾഡ്, പക്ഷെ ബൂമാങ്ങിന്റെ ഭാര്യന്റെ പേരാ, വേണ്ട ഗോൾഡാ. ഇതൊക്കെ ഇത് ഞങ്ങളുടെ അമ്പലാട്ടോ. ഏതാ വേണ്ടേ? ആണോ? ഇല്ല, ഇവിടെ ഇതിപ്പോ നിറയും. ഇത് വലുതായി കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ എന്തിട്ടാലും മനസ്സിലായി, അത് അത്ര വൃത്തിയായി. ഇനി നമുക്ക് വേണ്ട, അത് നീ അവിടെ നിന്ന് ഇറക്കിയില്ല, ഈ ചെടി ഇവിടെ നിറയും. നമുക്കിനിയില്ലേ ഈ ലെവലിലുള്ള എല്ലാ ചട്ടികളും ഇല്ലേ വൃത്തിക്ക് ഓർഡർ ചെയ്യണം, ഫുൾ ഓർഡർ ആക്കണം നമുക്ക്. ഈ സൈഡിൽ കുറച്ചുകൂടി മണ്ണിടണം ആദ്യം. അതിന് ഞാൻ മണ്ണെടുത്തിട്ട് നീ എനിക്ക് കൈക്കോട്ടതാ. ഈ ചെടി ഇവിടെ രസല്ലേ, ഈ വള്ളി വേണ്ടോ? നമ്മള് അമ്മയ്ക്ക് കാണാനല്ലോ, പണിയെടുക്കണ്ടോ ഉടായിപ്പാണെന്നൊക്കെ. നമ്മളിതിൻ്റെ സൈഡ് ഒരു വിധം വൃത്തിയാക്കിട്ടോ. ഇവിടെ നമ്മൾ ചെടിയിട്ട് അവിടെ നമ്മളൊരു വള്ളിച്ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ കുളം നമുക്ക് ചുറ്റും നല്ല ഭംഗിയാക്കണം, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഇതുണ്ടോ, കുറേ ഈ മാവിൻ്റെ ഇല ഇങ്ങനെ വീഴുന്നതുകൊണ്ടാണ് പ്രശ്നം. എടിയാ കൊക്കിൻ്റെ അടുത്ത് വെക്ക്, ഞാൻ തന്ന വലിയ ചെടി. ആ കൊക്കിൻ്റെ നേരെ അടുത്ത് വെച്ചോ, അത് കുഴപ്പമില്ല. കൊക്കിൻ്റെ അടുത്ത് വെച്ചോ. കുളത്തിനോട് ചേർത്ത് വെച്ചോ. അപ്പം നല്ല ഭംഗിയുണ്ടാവും കാണാൻ. കുറച്ചുകൂടി മണ്ണിട്ടിട്ട് ഉറപ്പിക്ക്. ആ കൊക്കിനെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുമോ? ഈ രണ്ട് ചെടികളുടെ ഗ്യാപ്പിൽ ഇല്ല? ആണോ? നിൽക്ക്, അവിടെ ഒക്കെ ഞാൻ ഒരു ചെടിയും കൂടി തരാം. നിൽക്ക് ആ എല്ലാം വെച്ചാൽ രസം ഉണ്ടാവും. എടി അത് ഭയങ്കര വലുതാവും. ഇപ്പോൾ സൈഡ് വൃത്തിയായില്ലേ? ഇനി ചെടികളൊക്കെ വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇനി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം. ഇവിടെ വെക്കുന്ന ചട്ടികൾ, നല്ല നല്ല ചട്ടികൾ നോക്കി വൃത്തിക്ക് വെച്ച് കൊടുക്കണം. ഇതൊക്കെ കളയാനുള്ള കേട്ടോ. നമുക്കൊരു മുകളിൽ ചട്ടി തൂക്കാനൊക്കെ ഉണ്ട്. കഴിഞ്ഞോ? കർഷകന്റെ മെത്തത്തും ചെളിയാണല്ലോ. മോളെ പപ്പ കാണേണ്ടതൊക്കെ വീട്ടിലൊക്കെ ചെയ്യലുണ്ടതൊക്കെ. ഞങ്ങളിപ്പോൾ ഒരുവിധം ഇവിടെ സെറ്റ് ചെയ്തിട്ടോ. ഇനി ഞങ്ങൾക്ക് പണിയുണ്ട്, കുറേ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചട്ടീൻ്റെ. എന്നാലും അടിപൊളിയായില്ലേ? അത്യാവശ്യം ഞങ്ങളിവിടെ ചെടികളൊക്കെ നട്ടു. ഈ ചെടിയൊക്കെ വലുതാണ്, അപ്പോൾ ശരിക്കും ഭംഗി വരിക. അതിപ്പോൾ ഈ കുളത്തിൻ്റെ ഒരു ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. എവിടെ? ഏത്? അത് പിടിക്കണം. പക്ഷെ അവിടെ കുളം സൂപ്പറായിട്ട്, കുളത്തിന് പ്രൈവസി ആയി. മറ്റേത് ആൾക്കാർ വരുമ്പോൾ നേരെ കുളം കാണുമ്പോഴേ അതെ. പക്ഷെ എൻ്റെ മോളെ കർഷകശ്രീ അവാർഡ് ഈ വർഷത്തെ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണമായിട്ട് എന്താ കഴിക്കണേ? നല്ല മോര് കറി, ഉണക്കമാന്തൽ വറുത്തത്, അച്ചാറ്, ഉപ്പേരി. ഇതിവിടെ മേത്താക്കി ഞാൻ ഇടിക്കുന്നുണ്ട്. ആവും എൻ്റെ ആണ്. ഞങ്ങൾ ഇന്ന് കുറേ പണിയിട്ടു. നീ ഉറങ്ങുമ്പോൾ ഞങ്ങൾ കുറേ പണിയിട്ടു. ഞങ്ങൾ ചെടി നട്ടു, പുതിയ മീനെ മേടിച്ചു, മഴ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഈ വീഡിയോ ഉടനെ തീറ്റാലോ. എല്ലാവരും ടാറ്റ പറ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ. എൻ്റെ കുഞ്ഞുമണീൻ്റെ ഒക്കെ ടാറ്റ. പൊന്നു മോള പൊന്ന.